ഹലോ ഹായ് നമസ്കാരം. ഈ ഒരു സെഗ്മെൻറ്റ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പറയുകയാണ്. അതായത് ഈ ആഴ്ച റിലീസിന് തയ്യാറെടുക്കുന്ന ബുക്ക് മൈ ഷോയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രെയിലറുകളും ഭാഷാഭേദമന്യേ എല്ലാം കണ്ടു നോക്കിയതിന് ശേഷം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത, നമ്മുടെ നാട്ടിൽ റിലീസ് ഇല്ലെങ്കിൽ പോലും അത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ള ട്രെയിലറുകൾ, സിനിമകൾ ഏതൊക്കെയാണ് എന്ന് പറയാമെന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിൽ മലയാള സിനിമകളുടെ മാത്രം കാര്യം എടുത്ത് നോക്കുമ്പോൾ എന്നെ ഇംപ്രസ് ചെയ്ത ട്രെയിലറുകൾ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സിനിമ മോശമായിരിക്കും എന്ന പ്രഡിക്ഷൻ അല്ല ഞാൻ പറയുന്നത്. ട്രെയിലർ കാണുമ്പോൾ തിയേറ്ററിലേക്ക് ചെല്ലണം, അയ്യോ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറയുന്നൊരു ഫീൽ ജനറേറ്റ് ചെയ്യാമെന്ന് പറയില്ലേ, ആ കാര്യത്തിൽ മലയാള സിനിമ ട്രെയിലറുകൾ കുറച്ച് പുറകിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ അതേസമയം വൻ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു കുഞ്ഞ് എലമെൻ്റ് അതിൻ്റെ അകത്തുണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യിപ്പിച്ച ട്രെയിലറുകളും ഉണ്ട്. നമുക്കതിൻ്റെ ഒരു ലിസ്റ്റ് അങ്ങ് പറഞ്ഞു തുടങ്ങാം. ഓരോ ട്രെയിലറിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏത് സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചാണോ ഞാൻ പറയുന്നത് അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ടൈം സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മലയാള സിനിമകളിൽ നിന്ന് തുടങ്ങുമ്പോൾ ഈ ആഴ്ച റിലീസിനെത്തുന്ന സിനിമകളിൽ ഭേദപ്പെട്ട ഒരു ട്രെയിലർ എന്നെനിക്ക് ഫീൽ ചെയ്തത് അയ്യർ ഇൻ അറേബ്യ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറാണ്. അതിനകത്ത് മുകേഷ്, ഉർവശി തുടങ്ങിയിട്ടുള്ള സീനിയർ താരങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. എം എ നിഷാദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്നൊരു സിനിമയാണ്. പുള്ളി തന്നെ പുള്ളിയുടെ ഇൻ്റർവ്യൂസിൽ പറയുന്ന പോലെ തൊഴിലുറപ്പിന് പോകുന്നത് പോലെ കുറേ സിനിമകൾ ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ നടനിൽ ഒരു ഗംഭീര സിനിമ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നൊരു കാര്യം പുള്ളിയായിട്ട് വന്ന് പറയട്ടെ. ഇതെൻ്റെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള അടിപൊളി പടമാണ്, ഞാൻ വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്ന പടമാണ് എന്ന് ഇൻ്റർവ്യൂവിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. പക്ഷേ ഈ സിനിമ, ഇതിൻ്റെ ട്രെയിലർ, അതിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വൈബ് എന്ന് പറയുന്നത് മുകേഷ് ഉർവശി കോമ്പിനേഷൻ ആൻഡ് മുകേഷ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ കുറച്ച് രസമുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കുറച്ച് ക്ലീഷേഡ് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കണ്ടു. എനിവേ, നമുക്ക് തിയേറ്റർ കണ്ടിട്ട് ബാക്കി ഡിസൈഡ് ചെയ്യാം. രണ്ടാമത്തെ എന്നെ ഇമ്പ്രസ് ചെയ്ത മലയാളത്തിലെ ട്രെയിലർ എന്ന് പറയുന്നത് അതൊരു കൊച്ചു സംഭവമാണ്. ചിലപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വൻ അട്രാക്ഷൻ ഫീൽ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഒഴുകി 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 എന്നാണ് സിനിമയുടെ പേര്. ഒരു പയ്യൻ, അവനൊരു തുരുത്തിലാണ് താമസിക്കുന്നത്, അമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്. അച്ഛൻ പണ്ടെങ്ങോ കാണാതായ ഒരാളാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അവൻ അവിടെ എല്ലാവർക്കും ഒരു സഹായിയായി നാട്ടിലെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അങ്ങനെ പോവുക. ഒരു 10-12 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പയ്യൻ ഒരു ദിവസം മറ്റേ ചീനവല വലിക്കില്ലേ, ആ വലിക്കുന്ന ചേട്ടന്മാരോടൊപ്പം വലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഡെഡ് ബോഡി അതിൽ കിട്ടുകയാണ്. അപ്പോൾ പോലീസുകാർ വരുന്നു, ആ ബോഡി വന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. കാണാതായ ഒരാളുടെ മൃതദേഹമാണ് കിട്ടിയതെന്നുള്ള ഒരു രീതിയിൽ സംസാരം വരുമ്പോൾ അവൻ്റെ അച്ഛനെ ഓർക്കുകയാണ്. എൻ്റെ അച്ഛനെയും എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്നും പറഞ്ഞ് ഈ പയ്യൻ ഒരു തോണി എടുത്തിട്ട് ഇറങ്ങി പോവാണ്. സംഭവം കേൾക്കുമ്പോൾ എന്ന് പറയുന്നൊരു ഫീലായിരിക്കും ഉണ്ടാവുക. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ട്രെയിലറും അതിൻ്റെ ഒരു ഘടനയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി. ജസ്റ്റ് ഒന്ന് കാണണമെന്നുള്ളത്. ഇത് ഭയങ്കര സംഭവമായിരിക്കും എന്ന് പറയുന്ന ഫീലല്ല, ഒന്ന് കാണണമല്ലോ എന്ന് തോന്നിപ്പിച്ച ഒരു ട്രെയിലറാണത്. അടുത്തതൊരു തമിഴ് സിനിമയാണ്. ഡെവിൾ എന്നാണ് സിനിമയുടെ പേര്. നമ്മൾ ഈ കാണാൻ ആഗ്രഹം തോന്നുന്ന ഒരു സ്റ്റാർ കൗണ്ടിൽ പറയുകയാണെങ്കിൽ ഒരു 2.5 അല്ലെങ്കിൽ 3 ഒക്കെയാണ് ഈ സിനിമ കാണാനുള്ള ഒരു ആകാംക്ഷ ഈ ട്രെയിലർ എന്നിൽ ഉണ്ടാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിസ്കിൻ സംഗീതം പകർന്ന് അദ്ദേഹം തന്നെ വരികൾ ഒരുക്കിയിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടിയാണത്. പുള്ളിയല്ല സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ വിധാർത്ഥ് എന്ന ആർട്ടിസ്റ്റ്, പുള്ളീനെ പല സിനിമകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഗജേന്ദ്ര ഹിറ്റ് പടം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ വന്നിട്ടില്ലെങ്കിലും പുള്ളി ചെയ്തിട്ടുള്ള റോളുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണ, അതായത് നമ്മുടെ ഷംന കാസിം അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പരിപാടിയൊക്കെ കൊള്ളാം. എവിടെയോ എനിക്ക് കോക്ടെയിൽ അടിക്കുന്ന പോലെ തോന്നി. പിന്നെ അതിൻ്റെ ഒരു സസ്പെൻസ് എലമെൻറ്റ് എല്ലാം കൊണ്ടും ഒന്ന് കണ്ടു നോക്കാം എന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടാക്കിയ ഒരു ട്രെയിലറാണ് അതിൻ്റെ. പിന്നെ നിർബന്ധമായും തിയേറ്ററിൽ കാണണം എന്നൊരു ഫീൽ എനിക്ക് ഉണ്ടാക്കിയ ഒരു ട്രെയിലർ അർഗൈൽ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമയുടെയാണ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ട്രെയിലർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് കിങ്സ്മൻ സീരീസില്ലേ, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് പടം എന്നെ വല്ലാണ്ട് ത്രില്ലടിപ്പിച്ചതാണ്. രണ്ടാമത്തത് പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും സംഭവം ടെക്നിക്കലി നല്ല രസമായിട്ട് ചെയ്യുന്ന ഒരു സീരീസാണ്. കിങ്സ്മൻ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ഡയറക്ടർ മാത്യു വോൺ, അദ്ദേഹം സംവിധാനം ചെയ്യുന്നൊരു സിനിമയാണ്. അതായത് ഈ സ്പൈനെ കുറിച്ച് എഴുതുന്ന ഒരാൾ ശരിക്കും ഒരു സ്പൈ വേൾഡിലേക്ക്, അല്ലെങ്കിൽ സ്പൈസൊക്കെ റിയൽ സ്പൈസൊക്കെ ഉള്ളൊരു വേൾഡിലേക്ക് അയാൾ ഇൻട്രൊഡ്യൂസ്ഡ് ആവുകയാണ്. അത് ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതിൻ്റെ വിഷ്വൽ സൈഡും ഒക്കെ നല്ല രസമുണ്ട്. അപ്പം കിങ്സ്മൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുടെ പുറത്ത് എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ ഒരു ഫീല് ജനറേറ്റ് ചെയ്ത ട്രെയിലറാണ് അർഗൈലിൻ്റെ. മറ്റൊരു ഇംഗ്ലീഷ് പടം കൂടി വരുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ റിലീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ഗോൾ വിൻസ് എന്നാണ് ആ സിനിമയുടെ പേര്. അതിൻ്റെ സംവിധായകൻ, അദ്ദേഹം മുൻപ് സംവിധാനം ചെയ്ത സിനിമകളിൽ ഒരൊറ്റ സിനിമയുടെ പേര് മതി ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. എന്നെ സംബന്ധിച്ച് ജോജോ റാബിറ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ, ആ പടം കാണാതെ വേറൊരു പരിപാടി ഇല്ല. ജോജോ റാബിറ്റ്
മസ്റ്റ് വാച്ചാണ്, ഫസ്റ്റ് വാച്ചാണ്. ആദ്യം അത് കാണണം. അതൊരു ഗംഭീര സിനിമയാണ്. അപ്പോൾ ആ സിനിമ എടുത്ത അതും ഈ സിനിമയിൽ അതിൻ്റെ ട്രെയിലറിൽ എഴുതി കാണിക്കുന്നത് ജോജോ റാബിറ്റിന് ഓസ്കാർ നഷ്ടപ്പെട്ട സംവിധായകൻ, തോർ റഗ്നറോക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് ടീൻ ചോയ്സ് അവാർഡ് നഷ്ടപ്പെട്ട സംവിധായകൻ. ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ ഏറ്റവും വേഴ്സ്റ്റ് സോക്കർ ടീം, ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റാത്ത അത്രയും തല്ലിപ്പൊളി പ്ലെയേഴ്സിനെ കൊണ്ട് നിറഞ്ഞൊരു ഫുട്ബോൾ ടീം, ആ ഫുട്ബോൾ ടീമിനെ ട്രെയിൻ ചെയ്യാൻ പോകുന്ന ആൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ട്രെയിലറിൽ തന്നെ എനിക്ക് ചിരിക്കാൻ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടി. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മ്യൂസിക് സൈഡ് കൊള്ളാം, നല്ല രസമുണ്ട്. വിഷ്വൽസ് അടിപൊളിയാണ്. മൊത്തത്തിൽ നല്ല രസമുണ്ട്. അതായത് ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക് ഇതൊന്ന് തിയേറ്ററിൽ പോയി കാണണമല്ലോ എന്ന് പറയുന്നൊരു ഫീല് എന്നിൽ ഉണ്ടാക്കിയ ഒരു ട്രെയിലറാണത്. പിന്നെ പറഞ്ഞാൽ മറക്കണ്ട, ജോജോ റാബിറ്റ് മസ്റ്റ് വാച്ചാണ്. ഇനി ഒരു ഫ്രഞ്ച് പടം തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു റീല് കണ്ടു. ആ റീലിൽ ഒരു ലേഡി പെർഫോം ചെയ്യാണ്. ഭയങ്കര രസമായിട്ട് ഒരു ഭർത്താവിനോട് നിങ്ങളുടെ ത്യാഗങ്ങളുടെ കണക്ക് പറയേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുന്നതാണ്. ആ റീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയുടെ പേര് ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ ഈ സിനിമയാണ് അനാട്ടമി ഓഫ് എ ഫോൾ എന്നാണ് സിനിമയുടെ പേര്. 2 ഗോൾഡൻ ഗ്ലോബ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള, ഒരുപാട് നോമിനേഷൻസ് ഒക്കെ പോയിട്ടുള്ള ഒരു സിനിമയാണ്. ഭർത്താവ് മോളിച്ച നിലയിൽ നിന്ന് വീണ് മരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസ് അന്വേഷണം, കോർട്ട് റൂം പരിപാടികളൊക്കെയാണ് ആ സിനിമയിലുള്ളത്. സിനിമ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതെനിക്ക് തോന്നുന്നു IFFKയിലോ മറ്റോ ഉണ്ടായിരുന്നു എന്നാണ്. എന്തായാലും അത് തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. മിസ്സാക്കാൻ ആഗ്രഹിക്കാത്ത സിനിമകളിലൊന്നാണത്. അതിൻ്റെ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ പറയുന്ന ട്രെയിലറുകളുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഒരു സിനിമ, ഒരു തമിഴ് സിനിമ, മറക്കുമാ നെഞ്ചം എന്നാണ് സിനിമയുടെ പേര്. എനിക്കൊരു വൻ പ്രതീക്ഷയൊന്നുമല്ല. ഈ ബാക്ക് ടു സ്കൂൾ, പിന്നെ പഴയ പ്രണയം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നൊസ്റ്റ് പരിപാടികൾ, അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ സ്കൂളിലേക്ക് തിരിച്ചു പോകുന്നത് ഒറ്റ ദിവസത്തേക്കോ അങ്ങനെയൊന്നുമല്ല, 3 മാസത്തേക്ക് എന്തോ പോകുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതെന്തോ ഒരു ആക്ടിവിറ്റി പരിപാടിയൊക്കെ ആയിരിക്കും. പിന്നെ ഇവരുടെ പഴയ യൂണിഫോമും പുതിയ കാലഘട്ടവും ഒക്കെ കൂടി മിക്സായൊക്കെ കണ്ടു ട്രെയിലറിൽ. അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഗംഭീര സിനിമയായിരിക്കും എന്ന് പറയുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ട്രെയിലർ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. പിന്നെ ഒരു തെലുങ്ക് പടമാണ് അംബാജിപ്പെട്ട മാരേജ് ബാൻഡ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ഈ ബാൻഡ് മേളത്തിനൊക്കെ കൊട്ടാൻ പോകുന്ന പയ്യൻ, അവൻ ആക്ച്വലി ഒരു ബാർബറാണ്. ആൻഡ് അവനൊരു സിസ്റ്ററുണ്ട്, പുള്ളിക്കാരി ടീച്ചറാണ്. അപ്പോൾ ഇവർ അറിയാലോ, സാമ്പത്തികമായും സാമുദായികമായും വളരെ പിന്നിൽ നിൽക്കുന്ന ആളുകളാണ്. ഒരു കുഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ഈ ബാർബറായിട്ടുള്ള നമ്മുടെ ഈ പയ്യൻ, അവൻ സാമ്പത്തികമായും സാമുദായികമായും ഉന്നത നിലയിലുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ പ്രണയിക്കുന്നു. ആൻഡ് ആ കുടുംബത്തിലുള്ള ആളുകൾ ഇവരെ ഉപദ്രവിക്കാൻ വരുന്നു. അപ്പോൾ ഈ സഹോദരിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഫൈറ്റും സംഭവങ്ങളൊക്കെയാണ്. എനിക്കതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് അതിൻ്റെ മ്യൂസിക് സൈഡാണ്. ഒരു ഫീൽ ഉണ്ടായിരുന്നു, നമുക്കിത് തിയേറ്ററിൽ എൻജോയ് ചെയ്യണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം. ആൻഡ് ആ സിനിമ കൈകാര്യം ചെയ്യുന്ന സോഷ്യോ പൊളിറ്റിക്കൽ പരിപാടികളൊക്കെ ഉണ്ടാവും തോന്നുന്നു. അതിനോടൊപ്പം എനിക്ക് ആർട്ടിസ്റ്റുകൾ, അവരുടെ പെർഫോമൻസ്, അതിൻ്റെ വിഷ്വൽ സൈഡ് ഒക്കെ വളരെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഫീൽ ചെയ്തത്. നമ്മുടെ നാട്ടിൽ റിലീസ് ഉണ്ടോ എന്നറിയില്ല. ഞാനിനി ഈ വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും മംഗലാപുരത്തോ മറ്റോ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് അംബാജിപ്പെട്ട മാരേജ് ബാൻഡ്. പിന്നെ ഒരു കന്നഡ പടമുണ്ട്, യഥാഭവ, അങ്ങനെയാണ് അതിൻ്റെ പേര്. ട്രെയിലർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കോർട്ട് റൂം ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേപ്പ് പരിപാടിയൊക്കെ തന്നെയാണ്. റേപ്പ് വിക്റ്റിം ഇത് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നയാൾ, ഇയാളെ നഗ്നനായി സംഭവ സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. പോലീസുകാരും തെളിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കോടതിയിൽ ഈ പ്രതി അത് സമ്മതിക്കുന്നില്ല. വാദിഭാഗത്തിൻ്റെ വാദങ്ങളൊക്കെ നടക്കുമ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് കയറി എതിർക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ നിരപരാധിയാണെന്നുള്ള രീതിയിലാണ് ഒരു ജേർണലിസ്റ്റ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അതായത് പ്രതിയായി കോടതിയിൽ എത്തപ്പെട്ടിട്ടുള്ള ആൾ വിക്ടിമിനോടൊപ്പം നഗ്നനായി തന്നെ കാണപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളല്ല റേപ്പ് ചെയ്തതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ട്വിസ്റ്റ് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയില്ലേ. ഇനി ഭാഷ പ്രശ്നം കൊണ്ട് എനിക്ക് മനസ്സിലാവാതെ പോയതാണോ എന്നറിയില്ല. നിങ്ങൾ എന്തായാലും ട്രെയിലർ കണ്ടതിന് ശേഷം തീരുമാനിക്കുക. ഇനി ഈ ട്രെയിലറുകളുടെ കൂട്ടത്തിൽ ഒരു പർവ്വത കൾട്ട് ട്രെയിലർ കാണണം എന്നുണ്ടെങ്കിൽ ഉർവി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വരുന്നുണ്ട്. അത് തെലുങ്കിലാണ് വരുന്നത്, URVI അതാണ് അതിൻ്റെ പേര്. അതിനോട് കിടപിടിക്കുന്ന മലയാളം ട്രെയിലറുകളും ഉണ്ടായിട്ടുണ്ട്, എടുത്തു പറയണില്ല. ഇനി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അഭിപ്രായ പ്രകടനം നടത്തി എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ് ഓട്ടോ വിളിച്ച് ആരെങ്കിലും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പരിപാടി പിടിക്കുന്നില്ല. ഈ ഉർവി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് പാറ്റേൺ സിനിമയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. പിന്നെ മുംബൈക്കാർക്ക് പോലും അപമാനമുണ്ടാക്കിയേക്കാവുന്ന ഒരു മുംബൈ പടം, മുംബൈ സെൻട്രൽ എന്നാണ് അതിൻ്റെ പേര്. ഒരു മുംബൈ ആന്തം വെച്ചിട്ടാണ് ആ ട്രെയിലർ ആരംഭിക്കുന്നത്. ആ ആന്തം കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അന്തം എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണുവിൻ, ആസ്വദിക്കുവിൻ. പിന്നെ സന്താനത്തിൻ്റെ ഒരു കോമഡി പടം വരുന്നുണ്ട്, വടക്കുപെട്ടി രാമസ്വാമി എന്നാണ് അതിൻ്റെ പേര്. ട്രെയിലർ കണ്ടപ്പോൾ ഒരു രസമുണ്ടല്ലോ, ചുമ്മാ ചിരിക്കാൻ വേണ്ടിയിട്ട്. ഈ സന്താനത്തിൻ്റെ കോമഡികൾ എല്ലാം ഒന്നും എനിക്ക് അത്ര ഒരു വൻ സംഭവമായിട്ട് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. ചില കോമഡിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ
എന്ന് പറയുന്നൊരു ഫീലൊക്കെ ഉണ്ടാവാറുള്ളൂ. എങ്കിൽ പോലും ഈ ട്രെയിലർ കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഒന്ന് കണ്ടു നോക്കാം എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരു ഹിന്ദി പടം, നവാസുദ്ദീൻ സിദ്ദിഖി അഭിനയിക്കുന്ന, അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. അതിൻ്റെ ട്രെയിലർ ബഹുരസമാണ്. ഒരു ഓഫീസ് റൂം മാത്രമേ കാണിക്കുന്നുള്ളൂ, ഒരു ഡിറ്റക്റ്റീവ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് വരുന്നു. അവരുടെ ഒരു ഇൻഷുറൻസ് ക്ലെയിം, അതായത് ഒരു കോടീശ്വരൻ മിസ്സായി പോയിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ ഒരു വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പോലീസിന് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അയാൾ മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഒരു വലിയ തുക ഈ കുടുംബത്തിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു സ്കാം ആണെന്ന് അവർ സംശയിക്കുന്നു. ഇയാൾ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പുള്ളി ഓഫീസിലിരിക്കുന്ന വിഷ്വൽസ് മാത്രമേ ഈ ട്രെയിലറിൽ വന്നിട്ടുള്ളൂ. അതെങ്ങനെയായിരിക്കും ആ പരിപാടി പിടിച്ചിട്ടുണ്ടാവുക? സംഭവം നല്ല സ്റ്റൈലാണ്, നല്ല രസമായിട്ടാണ് അതിൻ്റെ വിഷ്വൽ ഉള്ളത്. മ്യൂസിക് ഒരു രസമുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവരെന്താണ് അതിൽ ചെയ്തിട്ടുണ്ടാവുക എന്നറിയാനുള്ള ഒരു ആകാംക്ഷ, പ്ലസ് നവാസുദ്ദീൻ സിദ്ദിഖി, ഇങ്ങനെയുള്ള കുറച്ച് അട്രാക്ഷൻസ് കാരണം ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. സെക്ഷൻ 108 അതാണ് സിനിമയുടെ പേര്. ഇനി ഒരു ഗുജറാത്തി പടം കേട്ടോ. ശരിക്കും ഈ ഇതര ഭാഷകളിലൊക്കെ ഉണ്ടാകുന്ന ഗുജറാത്തി, ഗുവാഹട്ടിനെ ഗുവാഹരി എന്നോ അങ്ങനെ എന്താണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ പല ഭാഷകളിലൊക്കെയുള്ള ട്രെയിലറുകളിൽ ചിലതൊക്കെ കാണുമ്പോൾ നമ്മുടെ മലയാളത്തിൽ എന്താ ഇവരിങ്ങനെ ചിന്തിക്കാത്തത് എന്നൊക്കെ തോന്നിപ്പിക്കാറുണ്ടല്ലോ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തതാണ് കംതാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ. നിങ്ങൾ ഹെല്ലാരോ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അതൊരു ഗംഭീര സിനിമ എക്സ്പീരിയൻസ് ആണ്. അതിൽ അഭിനയിച്ച 12-18 അഭിനേത്രിമാർക്ക് ഒരുമിച്ച് അവാർഡ് കൊടുത്തു. അതായത് ഒരു ആക്ടറിനല്ല, അത്രയും പേർക്കും അവാർഡ് കൊടുക്കുക എന്ന് പറയുന്ന പോലെ അതൊരു ഗംഭീര അനുഭവമാണ്. അതിൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. എല്ലാവരും കുറേ ദിവസങ്ങളോളം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നൊരു സിനിമയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതെനിക്ക് തോന്നുന്നു MX പ്ലെയറിലാണ് ഞാൻ ആ പടം കാണുന്നത്. ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഉള്ളതെന്ന് അറിയില്ല. അതിൻ്റെ മേക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് ഈ കംതാൻ എന്ന് പറയുന്ന പടം. വളരെ സിമ്പിളാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് SIO CIO എന്തോ ആണ്, ഈ പുള്ളിക്കാരൻ്റെ യൂണിഫോമുകൾ എല്ലാം കൂടി, അതായത് 1-2 സെറ്റ് യൂണിഫോമുകൾ ഉണ്ടാവുമല്ലോ, ആ യൂണിഫോമുകൾ, ബെൽറ്റ്, തോക്ക്, ഇതെല്ലാം കൂടി ഒരു ദിവസം രാത്രി ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോവാണ്. മോഷ്ടിച്ചവൻ ജസ്റ്റ് മോഷ്ടിക്കണമെന്നേ ഉള്ളൂ. ഇതിനകത്ത് വലിയ കോൺസ്പിറസി പരിപാടികൾ ഒന്നുമില്ല. അയാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. മോഷണം മുതൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഇത്ര സാധനങ്ങളുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഈ പോലീസുകാരൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവിടെ മിനിസ്റ്റർ വരികയാണ്, റിപ്പബ്ലിക് ഡേ പരേഡോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഈ പരേഡിൻ്റെ മുമ്പിൽ നിന്ന് നയിക്കേണ്ടത് ഈ പുള്ളിയാണ്. ഇയാൾക്കാണെങ്കിൽ വേറെ യൂണിഫോം ഇല്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ യൂണിഫോം കള്ളനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റേഷനിലുള്ള ഇരുന്നിരുന്ന് വേറെ ഇറങ്ങിപ്പോയ കുറേ പോലീസുകാർ അന്വേഷണത്തിനിറങ്ങാണ്. എന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ തമാശ സംഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് എനിക്ക് നല്ല രസമായിട്ട് തോന്നി. വിഷ്വൽ സൈഡ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും. പിന്നെ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് ഹെല്ലാരോ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഗുജറാത്തിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒക്കെ റിലീസ് ഉണ്ടാവുമോ എന്നറിയില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴായിരിക്കും കാണാൻ പറ്റുക. എന്നാലും കാണണം എന്ന് ആഗ്രഹമുള്ളൊരു സിനിമയാണ്. പിന്നൊരു സിനിമ, അതിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ, അതിൻ്റെ ഒരു സ്ലോമോ പരിപാടികൾ, അതുകൊണ്ട് മാത്രം എനിക്ക് കാണണമെന്ന് തോന്നുന്നത് വാണിംഗ് 2 എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. ഇതൊരു പഞ്ചാബി പടമാണ്. കുറേ ക്രിമിനൽ ആയിട്ടുള്ള ആളുകൾ, അതായത് ഹാർഡ് കോർ, മറ്റേ ഒരു തല്ലാൻ വരുന്നവൻ്റെ വായിക്കകത്തേക്ക് ഒരു ബെഞ്ചിൻ്റെ കാല് കുത്തിക്കയറ്റി അവനെ കൊല്ലുക എന്നൊക്കെ പറയില്ല എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ അൾട്രാ വയലൻസ് പരിപാടികൾ താല്പര്യമുള്ളവർക്ക് ഇത് കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പോലും നല്ല സ്റ്റൈലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹാർഡ് കോർ ക്രിമിനൽസ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ കൂടി, പോലീസുകാരും ആ റേഞ്ചിൽ തന്നെ ഹാർഡ് കോർ ആയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ കൂടി ഒരു വണ്ടിക്കകത്ത് ട്രാവൽ ചെയ്യാണ്. ജയിലുമായിട്ട് ബന്ധപ്പെട്ട ഫൈറ്റും പിന്നെ ഈ പോലീസുകാരുടെ വണ്ടിയിലുള്ള ഫൈറ്റും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫൈറ്റ് കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നതും അതുപോലെ ഫയറിംഗ് പരിപാടികളൊക്കെ അവർ ചെയ്തിരിക്കുന്നതും നല്ല രസമുണ്ടല്ലോ. ഇതൊന്ന് തിയേറ്ററിൽ കാണുമല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ. വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ ഒരു അട്രാക്ഷൻ എനിക്ക് അതിനോട് തോന്നിയിട്ടില്ല. ഈ ഫയറിംഗ് പരിപാടികൾ അവർ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു രസം കൊണ്ട് അതും ഒന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ OTT വരുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടി പഞ്ചാബ് വരെ പോകേണ്ടി വരും. അത്രയും ഉള്ള ആവേശം എനിക്ക് ഈ ട്രെയിലർ തന്നിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചത്തെ റിലീസിന് തയ്യാറെടുക്കുന്ന സിനിമകളുടെ ട്രെയിലറുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഏതൊക്കെ സിനിമകളാണ് ഈ ആഴ്ച കാണണമെന്ന് വലിയ ആഗ്രഹം തോന്നിയത്? പിന്നെ ഈ ട്രെയിലറുകളൊക്കെ കണ്ടു നോക്കുക, എന്നിട്ട് ഏത് സിനിമയുടെ ട്രെയിലറാണ് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ബാക്കിയുള്ളവർക്കും, ഇപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും കേരളത്തിലാവണമെന്നില്ലല്ലോ, ഗുജറാത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കംതാൻ കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.